ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. ഇപ്പം ഇംഗ്ലീഷിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഡുവാലിറ്റി മീൻസ്. ഡുവാലിറ്റി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് കണ്ടല്ലോ, ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ടു പാർട്സ് ഓഫ് ഓർ ആസ്പെക്ട്സ്. ഓപ്ഷൻ ബി, എ ഫൈറ്റ് ബിറ്റ്വീൻ ടു വാരിയേഴ്സ്. ഓപ്ഷൻ സി, എ റെസ്ലിംഗ് കോമ്പറ്റീഷൻ. ഓപ്ഷൻ ഡി, എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നോട്ട് സർട്ടൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ടു പാർട്സ് ഓർ ആസ്പെക്ട്സ്. അപ്പോൾ ഡുവാലിറ്റി എന്നതിൻ്റെ മീനിങ് ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ടു പാർട്സ് ഓർ ആസ്പെക്ട്സ് എന്നതാണ് ആൻസർ. ഡുവാലിറ്റി മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ടു പാർട്സ് ഓർ ആസ്പെക്ട്സ്. അടുത്ത ചോദ്യം, ഡെബോനയർ മീൻസ്. ഡെബോനയർ മീൻസ് എന്താണ്? ഡെബോനയർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ആൻ അഗ്ലി മാൻ. ഓപ്ഷൻ ബി, ആൻ ഇൻക്രെഡുലസ് മാൻ. ഓപ്ഷൻ സി, എ വെൽത്തി അക്കംപ്ലിഷ്ഡ് മാൻ. ഓപ്ഷൻ ഡി, കോൺഫിഡൻറ്റ്, ചാമിങ് ആൻഡ് വെൽ ഡ്രസ്ഡ് മാൻ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, കോൺഫിഡൻറ്റ്, ചാമിങ് ആൻഡ് വെൽ ഡ്രസ്ഡ് മാൻ തന്നെയാണ് ഡെബോനയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡെബോനയർ എന്നതിൻ്റെ അർത്ഥം കോൺഫിഡൻറ്റ്, ചാമിങ് ആൻഡ് വെൽ ഡ്രസ്ഡ് മാൻ. അടുത്ത ചോദ്യം, ഓൺ ഫോർ ദ റോഡ് ഈസ് ആൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ വിച്ച് മീൻസ്. ഓൺ ഫോർ ദ റോഡ് എന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, കോൺഷ്യസ് വാക്കിംഗ്. ഓപ്ഷൻ ബി, എ ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിംഗ്. ഓപ്ഷൻ സി, നോ ലോങ്ങർ ഏബിൾ ടു ഡ്രൈവ്. ഓപ്ഷൻ ഡി, എ പാക്കറ്റ് ടു ഈറ്റ് ഓൺ ദ വേ. ഓൺ ഫോർ ദ റോഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, എ ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിങ്. ഇപ്പോൾ ഓൺ ഫോർ ദ റോഡ് എന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എ ഫൈനൽ ഡ്രിങ്ക് ബിഫോർ ലീവിങ്. അടുത്ത ചോദ്യം, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ ടൈറ്റൻഡ് അപ്പ് ഇൻ ആൾ ഡാഷ് ഏരിയാസ്. സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ ടൈറ്റൻഡ് അപ്പ് ഇൻ ആൾ ഡാഷ് ഏരിയാസ്. എന്താണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ എ, സെൻസിബിൾ. ഓപ്ഷൻ ബി, സെൻഷ്വൽ. ഓപ്ഷൻ സി, സെൻസിറ്റീവ്. ഓപ്ഷൻ ഡി, സെൻസേഷണൽ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. സെൻസിറ്റീവ് ആണ് ആൻസർ. ഓപ്ഷൻ സി, സെൻസിറ്റീവ് ആണ് ആൻസർ. സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ ടൈറ്റൻഡ് അപ്പ് ഇൻ ആൾ സെൻസിറ്റീവ് ഏരിയാസ്. ഇപ്പോൾ സെൻസിറ്റീവ് എന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന എന്നൊരു മീനിങ് ആണ് കേട്ടോ. പെട്ടെന്ന് ക്ഷോഭിക്കുന്ന. ഇപ്പോൾ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ ടൈറ്റൻഡ് അപ്പ് ഇൻ ആൾ സെൻസിറ്റീവ് ഏരിയാസ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, സെൻസിബിൾ. സെൻസിബിൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിവേകമുള്ള എന്നാണ്. വിവേകമുള്ള. അടുത്ത ഓപ്ഷൻ ബി, സെൻഷ്വൽ എന്നർത്ഥം ശാരീരികമായ കേട്ടോ. സെൻഷ്വൽ എന്നതിൻ്റെ അർത്ഥം ശാരീരികമായ. അതുപോലെ ഓപ്ഷൻ ഡി, സെൻസേഷണൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആശ്ചര്യകരമായ. ആശ്ചര്യകരമായ. അപ്പോൾ സെൻസിബിൾ എന്നതിൻ്റെ അർത്ഥം വിവേകമുള്ള, സെൻഷ്വൽ എന്നതിൻ്റെ അർത്ഥം ശാരീരികമായ, സെൻസിറ്റീവ് എന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന, അതുപോലെ സെൻസേഷണൽ എന്നതിൻ്റെ അർത്ഥം ആശ്ചര്യകരമായ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഏരിയ എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സെൻസിറ്റീവ് വന്നത്. സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ ടൈറ്റൻഡ് അപ്പ് ഇൻ ആൾ സെൻസിറ്റീവ് ഏരിയാസ്. അടുത്ത ചോദ്യം, അഗ്രവേറ്റ് മീൻസ്. അഗ്രവേറ്റ് മീൻസ് ഓപ്ഷൻ എ, ടു ഫാൾസിഫൈ. ഓപ്ഷൻ ബി, ടു പ്രൈസ്. ഓപ്ഷൻ സി, ടു മേക്ക് ബെറ്റർ. ഓപ്ഷൻ ഡി, ടു മേക്ക് വേഴ്സ്. അഗ്രവേറ്റ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടു മേക്ക് വേഴ്സ്. ടു മേക്ക് വേഴ്സ് എന്നാണ് ആൻസർ. അപ്പോൾ അഗ്രവേറ്റ് എന്നതിൻ്റെ
മീനിങ് എന്താണ്? വഷളാക്കുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ്ങാണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ടു മേക്ക് വേഴ്സ് കേട്ടോ. വഷളാക്കുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക, ഗൗരവതരമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഈ ഓപ്ഷൻ എ നോക്കിയേ, ടു ഫാൾസിഫൈ. ഫാൾസിഫൈ എന്നതിൻ്റെ അർത്ഥം എന്താണ്? തെറ്റായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു മീനിങ് ആണ് ഫാൾസിഫൈ. തെറ്റായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക. ബാക്കി ഓപ്ഷൻസിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, ടു മേക്ക് ബെറ്റർ, അതുപോലെ ടു പ്രൈസ്. അത് രണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രശംസിക്കുക അല്ലെങ്കിൽ പുകഴ്ത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ഹയാറ്റസ്. ഹയാറ്റസ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ നത്തിങ്നെസ്, ഓപ്ഷൻ ബി ഗ്യാപ്പ്, ഓപ്ഷൻ സി എംറ്റിനെസ്, ഓപ്ഷൻ ഡി ആബ്സെൻസ്. അപ്പോൾ ഹയാറ്റസ് എന്നതിൻ്റെ അർത്ഥം വിച്ഛേദമാണ് കേട്ടോ. വിച്ഛേദം അല്ലെങ്കിൽ വിള്ളൽ എന്നൊക്കെ പറയും. അതേ സെയിം മീനിങ് വരുന്ന ഏതാണ്? ഗ്യാപ്പാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ ഹയാറ്റസ് എന്നതിൻ്റെ സെയിം മീനിങ് വരുന്നത് ഗ്യാപ്പാണ്. വിച്ഛേദം, വിള്ളൽ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, നത്തിങ്നെസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അഭാവം, ശൂന്യത എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അഭാവം, ശൂന്യത എന്നൊക്കെ ഒരു മീനിങ് ആണ് നത്തിങ്നെസ്. അതുപോലെ തന്നെ ഓപ്ഷൻ സി എംറ്റിനെസ്സും അത് തന്നെയാണ് അർത്ഥം. ശൂന്യത, ഒന്നുമില്ലാതിരിക്കൽ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ശൂന്യത തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഹയാറ്റസ് എന്നതിൻ്റെ അർത്ഥം വിച്ഛേദം അല്ലെങ്കിൽ വിള്ളൽ. അടുത്ത ചോദ്യം, 33% ഓഫ് ദ സീറ്റ്സ് ആർ സെറ്റ് അപ്പാർട്ട് ഫോർ വുമൺ. ദ മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഇപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് അപ്പാർട്ട്. സെറ്റ് അപ്പാർട്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ആൻസർ കിട്ടുന്നുണ്ടല്ലേ. 33% ഓഫ് ദ സീറ്റ്സ് ആർ സെറ്റ് അപ്പാർട്ട് ഫോർ വുമൺ. ഏതാണ് ആൻസർ? ഓപ്ഷൻസ് ടേക്കൺ, പെയ്ഡ്, റിസർവ്ഡ്, സെറ്റിൽഡ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ റിസർവ്ഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, റിസർവ്ഡ്. നമുക്ക് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും അല്ലേ. 33% ഓഫ് ദ സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ വുമൺ. ഇപ്പോൾ സെറ്റ് അപ്പാർട്ട് എന്നതിൻ്റെ അർത്ഥം റിസർവ്ഡ് ആണ്. 33% ഓഫ് ദ സീറ്റ്സ് ആർ റിസർവ്ഡ് അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫോർ വുമൺ. ഇപ്പോൾ സെറ്റ് അപ്പാർട്ട് എന്നതിൻ്റെ അർത്ഥം റിസർവ്ഡ്. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് വിൻസം. ദ സിനോണിം ഓഫ് വിൻസം. ഇപ്പോൾ വിൻസം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ അപ്പീലിംഗ്, ഓപ്ഷൻ ബി ബാർബറസ്, ഓപ്ഷൻ സി പ്രോസ്പർ, ഓപ്ഷൻ ഡി ഇൻസ്ട്രക്റ്റ്. ഇപ്പോൾ വിൻസം എന്നതിൻ്റെ അർത്ഥം ആകർഷിക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന എന്നൊരു മീനിങ് ആണ്. വിൻസം എന്നതിൻ്റെ അർത്ഥം ആകർഷിക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന എന്നൊരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പീലിംഗ് ആണ്. അപ്പീലിംഗ് എന്നതിൻ്റെ അർത്ഥവും ആകർഷകമായ എന്നൊരു മീനിങ് ആണ് കേട്ടോ. ആകർഷകമായ. ഇപ്പോൾ വിൻസം എന്നതിൻ്റെ സിനോണിം അപ്പീലിംഗ് ആണ്, ആകർഷകമായ, മോഹിപ്പിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ബാർബറസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? കിരാതമായ അല്ലെങ്കിൽ അപരിഷ്കൃതമായ എന്നൊരു മീനിങ് ആണ്. ബാർബറസ് എന്നതിൻ്റെ അർത്ഥം അപരിഷ്കൃതമായ. ഇനി പ്രോസ്പർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? വളരുക അല്ലെങ്കിൽ വർദ്ധിക്കുക, അഭിവൃദ്ധിപ്പെടുക, പുരോഗതി ആർജിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. വർദ്ധിക്കുക അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുക, പുരോഗതി ആർജിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രോസ്പർ. ഇനി ഇൻസ്ട്രക്റ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നിർദ്ദേശിക്കുക അല്ലെങ്കിൽ അറിയിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻസ്ട്രക്റ്റ്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നോ വൺ ഈസ് റെഡി ടു ഗോ ഡാഷ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നോ വൺ ഈസ് റെഡി ടു ഗോ ഡാഷ്. ഇവിടെ ഏതായിരിക്കും ആൻസർ? അപ്പം നോക്കുക, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് വരണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. ഇവിടെ സെൻറ്റൻസ് ഏതാണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നോ വൺ ഈസ് റെഡി ടു ഗോ എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ നോ വൺ വന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരണം? പോസിറ്റീവ് വരണം. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്? അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. ഇനി നോക്കിയേ, ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണല്ലേ. അപ്പോൾ ഈസ് എഴുതി. ഈസ്
പിന്നെ ദേ വരും അല്ലേ, നോൺ ആയതുകൊണ്ട് ദേ വരും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദേ എന്ന് പറയുന്നത് പ്ലൂറലും ഈസ് എന്ന് പറയുന്നത് സിംഗുലറുമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് എഴുതണം? ഈസിന് പകരം ആർ വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നോക്കുക, ഓക്സിലറി വെർബ് ഈസാണ്, നോൺ വരുമ്പോൾ പ്രൊനൗൺ ദേ വരണം. അപ്പോൾ ഈസ് ദേ എന്ന് വരും ആൻസർ. പക്ഷേ ഈസ് ദേ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ സിംഗുലറായ ഈസും അതുപോലെ തന്നെ വാസ്, ഡസ്, ഹാസ് ഒന്നും വരത്തില്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഈസ് ആണെന്നുണ്ടെങ്കിൽ ഈസ് മാറ്റി ആർ വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ആർ ദേ ആണ് ആൻസർ കേട്ടോ. അത് ഇതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ ഈസാണ് വരുന്നതെങ്കിൽ ആർ വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കുക കേട്ടോ. ദേ ആണ് പ്രോനൗണായിട്ട് വരുന്നതെങ്കിൽ. ഇനി വാസ് ദേ എന്ന് ആണെങ്കിൽ എഴുതുന്നെങ്കിലോ വാസ് വരത്തില്ല കേട്ടോ. വാസിന് പകരം വേർ വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. അതുപോലെ തന്നെ ഹാസ് ആണെങ്കിലോ ഹാസ് ദേ എന്ന് വരത്തില്ല. ഹാസ് അങ്ങനെ ദേ പ്രോനൗണായിട്ട് വരുന്ന സന്ദർഭത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹാസിന് പകരം ഹാവ് വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കണം. ഹാവ് ദേ എന്ന് വരും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് കോൾട്ട്. കോൾട്ട് എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡർ. കോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? കോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഇത് ചേഞ്ച് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കോൾട്ട് എന്നതിൻ്റെ അർത്ഥം ആൺകുതിരക്കുട്ടിയാണ്, ആൺകുതിരക്കുട്ടി. അപ്പം അതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് കണ്ടെത്തേണ്ടത്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫില്ലിയാണ്. ഫില്ലി എന്നതിൻ്റെ അർത്ഥം പെൺകുതിരക്കുട്ടി കേട്ടോ. കോൾട്ട് എന്നതിൻ്റെ അർത്ഥം ആൺകുതിരക്കുട്ടി, ഫില്ലി എന്നതിൻ്റെ അർത്ഥം പെൺകുതിരക്കുട്ടി. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ഹിൻഡ്. ഹിൻഡ്, ഡിയർ. ഡിയർ എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഹിൻഡ്. ഡിയറിൻ്റെ അർത്ഥം എന്താണ്? ആൺമാൻ, ആൺമാൻ. ഡിയർ എന്നതിൻ്റെ അർത്ഥം ആൺമാൻ. അപ്പോൾ അതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഹിൻഡ്. അടുത്തത് ഓപ്ഷൻ സി നോക്കിയേ, ഗൂസ്. ഗാൻഡറിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഗൂസ്. ഗാൻഡറിൻ്റെ അർത്ഥം അന്നം അല്ലേ, അന്നം, രാജഹംസം എന്നൊക്കെ പറയും. അപ്പം ഗാൻഡറിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഗൂസ്. ഇനി അടുത്തത് ഓപ്ഷൻ ഡി, ഇവ്. യു എന്നാണ് കേട്ടോ. EWUE അതിൻ്റെ പ്രൊനൗൺസിയേഷൻ യു എന്നാണ്, യു. അപ്പോൾ റാം എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് യു കേട്ടോ. റാം എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് യു. റാമിൻ്റെ അർത്ഥം ആട്. യു എന്നതിൻ്റെ അർത്ഥം പെണ്ണാട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ PSC ബുള്ളറ്റിനിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ PSC ഇംഗ്ലീഷ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് PSC മലയാളം ഇതുപോലെ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതും PSC മലയാളം എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസും കാണാം. ഓക്കെ, ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടുപോകുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.